കെ രമ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീമതി കെ രമ, ഇപ്പോൾ TP കേസ് പ്രതികൾക്ക് എത്രത്തോളം പരോൾ നൽകിയെന്നതിന്റെ കണക്ക് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. 1000-ലധികം ദിവസം പരോൾ ലഭിച്ചിരിക്കുന്നു. ഇത് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനോടുള്ള ആദ്യ പ്രതികരണം? ഇത് ആദ്യത്തെ അനുഭവമല്ല സ്മൃതി. നമ്മൾ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്താണ് ഈ കേസിലെ പ്രതികൾക്ക് വഴിവിട്ട പരോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായി കൊലയാളികൾക്കും ഗുണ്ടകൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള ഇതും കൂടി, ഒരു സൽപ്പേരും കൂടി ഈ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലേക്കാണ് കണക്കുകൾ നമുക്ക് തരുന്നത്. ഇത് ആദ്യത്തെ അനുഭവമല്ല, ഒരുപാട് പ്രാവശ്യം നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഈ കൊടിസുനിക്ക് ഏറ്റവും ഒടുവിൽ പരോൾ ലഭിക്കുമ്പോൾ അത് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന രൂപത്തിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് പറഞ്ഞിരുന്നത് എന്നതിന്റെ വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ അതെന്താണെന്ന് പരിശോധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ അത് പരിശോധിക്കുന്നതല്ല, ഉത്തരവാക്കി പെട്ടെന്ന് തന്നെ പരോൾ കൊടുക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അത് അവർ ഇപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയിലും അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരോൾ കൊടുത്തത് എന്ന തെറ്റായ ഒരു വിവരം കൂടി ഇപ്പൊ സഭയിൽ തന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് ഇത് പരിശോധിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. പരോൾ കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അത് മനുഷ്യാവകാശ കമ്മീഷനെ കൈകടത്തുന്നതല്ല എന്ന കൃത്യമായ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അവർക്കത് പറയാനുള്ള ആധികാരികമായി പറയാനുള്ള അവകാശമൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സംഗതികൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല, എല്ലാ പ്രാവശ്യവും ഇതാണ്. വഴിവിട്ട നീക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും ജയിലിനകത്തും പുറത്തും ഒക്കെ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം മാത്രമാണ് സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കണം അവർക്ക്. ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ നേതൃത്വത്തിന് അത്ര ശുഭകരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ എല്ലാ കാലവും കൂടെ നിർത്തുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ തലോടുക, ഇത് തന്നെയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട കാര്യം. കെ രമ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നും സഭയിൽ അത് പറയുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം നേരിടാൻ തീരുമാനിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് സഭയിൽ ആ തരത്തിൽ തന്നെ അതിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകും. അതിലൊരു സംശയമല്ല. പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് അതിന്റെ മറുപടിയുടെ ഇത് വായിക്കുന്ന മറുപടിയിലാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വിഷയം ഒരു 6 മാസം മുന്നേ നിയമസഭയിൽ ചോദിച്ചതാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഈ പ്രതികളുടെ പരോൾ സംബന്ധിച്ച്. പക്ഷേ നമുക്ക് ഇതുവരെ മറുപടി തന്നില്ല. എനിക്ക് മറുപടി തന്നില്ല. കാരണം അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിയമപരമായി നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇനി നിയമപരമായിട്ട് പോവുക മാത്രമേ ഇതിനകത്ത് വഴിയുള്ളൂ. കോടതി തീരുമാനിക്കട്ടെ. കോടതിയാണല്ലോ, ഹൈക്കോടതിക്ക് ഇപ്പോൾ 20 വർഷത്തേക്ക് വീണ്ടും തടവ് ശിക്ഷയൊക്കെ കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ഏറെ നാളായിട്ടില്ല. അപ്പൊ ഇനി കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. അതുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നന്ദി കെ രമ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.